പാകിസ്ഥാൻ ആർമിയിൽ നിന്ന് അങ്ങേയറ്റം വിചിത്രവും എന്നാൽ അതിലേറെ തന്ത്രപരവുമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാട്സാപ്പ് ഇനി സുരക്ഷിതമല്ലേ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെസ്സേജിംഗ് ആപ്പ് ഉപേക്ഷിച്ച് ചൈനയുടെ WeChatലേക്ക് മാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ ആർമി. തങ്ങളുടെ ഔദ്യോഗിക സൈനിക ആശയവിനിമയങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്ന വാട്സാപ്പ് പൂർണ്ണമായും ഉപേക്ഷിക്കാൻ പാക് സൈനിക നേതൃത്വം സ്വന്തം ഉദ്യോഗസ്ഥർക്കും ജവാന്മാർക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പകരം അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചൈനയുടെ ഏറ്റവും വലിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള WeChat ആണ്. അമേരിക്കൻ ടെക്നോളജിയായ വാട്സാപ്പിലൂടെ തങ്ങളുടെ സുപ്രധാന വിവരങ്ങളും മിലിറ്ററി പ്ലാനുകളും ചോർത്തപ്പെടുമെന്നുള്ള ഭയമാണ് പാകിസ്ഥാനെ ഈ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ സുരക്ഷാ കാരണങ്ങളാൽ പൂർണ്ണമായിട്ട് നിരോധിച്ച ഒരു ചൈനീസ് ആപ്പിലേക്കാണ് പാക് സൈന്യം തങ്ങളുടെ വിവരങ്ങൾ മുഴുവൻ മാറ്റുന്നത് എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വെറും ആപ്പ് ചേഞ്ച് മാത്രമാണോ, അതോ ഇതിന് പിന്നിൽ വലിയൊരു സെക്യൂരിറ്റി ഗെയിം നടക്കുന്നുണ്ടോ? ചൈന പാകിസ്ഥാൻ ബന്ധത്തിന്റെ പുതിയ അധ്യായമാണോ ഇത്? എന്താണ് ഈ നിർണായക മാറ്റത്തിന് പിന്നിൽ? ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ചാരപ്പണി ഇനി എങ്ങോട്ടേക്ക് നീങ്ങും? പരിശോധിക്കാം. സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങിയ ഇന്റേണൽ ഓർഡറിൽ സൈനിക ഉദ്യോഗസ്ഥർ, ജവാന്മാർ, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സ് എന്നിവരോട് വാട്സാപ്പ് ഉപയോഗം ഘട്ടം ഘട്ടമായിട്ട് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പകരം ഔദ്യോഗിക ആവശ്യങ്ങൾക്കും സൈനിക ഗ്രൂപ്പുകൾക്കും ചൈനീസ് ആപ്പ് ആയിട്ടുള്ള WeChat ഉപയോഗിക്കണമെന്നാണ് ചട്ടമാക്കിയിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വ്യക്തിപരമായ പേഴ്സണൽ യൂസിന് വാട്സാപ്പ് നിരോധിച്ചു എന്നല്ല റിപ്പോർട്ടുകൾ പറയുന്നത്. പകരം ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനാണ് പുതിയ നിർദ്ദേശം ബാധകമെന്നാണ് വിവരങ്ങൾ. അതാണ് ഈ ഒരു വിഷയത്തിലെ പ്രധാന വ്യത്യാസം. പാകിസ്ഥാൻ സൈനിക വൃത്തങ്ങൾ ഉന്നയിക്കുന്ന പ്രധാന കാരണം സൈബർ സെക്യൂരിറ്റിയാണ്. അടുത്ത കാലത്ത് ചില സൈബർ ആക്രമണങ്ങളും ഡിജിറ്റൽ സുരക്ഷാ ആശങ്കകളും ഉയർന്നതിനെ തുടർന്ന് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ കൂടുതൽ സുരക്ഷിതമാക്കണം എന്നാണ് അവരുടെ നിലപാട്. അമേരിക്കൻ ടെക് ഭീമനായ മെറ്റയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാട്സാപ്പ്. വാട്സാപ്പിലെ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സുരക്ഷിതമല്ല എന്നും പാക് ആർമിയുടെ വിവരങ്ങൾ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ട്രാക്ക് ചെയ്യാനും ഹാക്ക് ചെയ്യാനും ഇടയുണ്ട് എന്നുമാണ് പാക് കമാൻഡർമാരുടെ വിലയിരുത്തൽ. എന്നാൽ പബ്ലിക് ആയിട്ട് ഒരു ഔദ്യോഗിക വാർത്താ സമ്മേളനം നടത്തിയിട്ടില്ല എങ്കിലും ഉള്ളിൽ ഈ ഒരു മാറ്റം വളരെ വേഗത്തിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിൽ മറ്റൊരു വലിയ ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ WeChat തന്നെ തിരഞ്ഞെടുത്തത്? ലോകത്ത് സിഗ്നൽ, ടെലഗ്രാം പോലെയുള്ള മറ്റു നിരവധി മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരിക്കെ ചൈനയുടെ ആപ്പ് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? കാരണങ്ങൾ പലതാണ്. മൾട്ടി ഫങ്ഷണൽ സൂപ്പർ ആപ്പ്, അതായത് ചൈനീസ് കമ്പനിയായ ടെൻസെന്റ് വികസിപ്പിച്ച WeChat വെറും ഒരു മെസ്സേജിംഗ് ആപ്പ് മാത്രമല്ല. ടെക്സ്റ്റ്, വോയിസ്, വീഡിയോ കോളിംഗ്, പുറമെ ഫയൽ ഷെയറിംഗ്, പേയ്മെന്റുകൾ, ലൊക്കേഷൻ ട്രാക്കിംഗ് എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു സൂപ്പർ ആപ്പാണ്. 2, ചൈന പാക് സൈനിക സഹകരണം. ഇവിടെയാണ് ഈ വാർത്തയുടെ ജിയോ പൊളിറ്റിക്കൽ ആംഗിൾ ആരംഭിക്കുന്നത്. കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വളരെ വേഗത്തിൽ വളർന്നു വരികയാണ്. J-10C ഫൈറ്റർ ജെറ്റ്സ്, HQ-9 എയർ ഡിഫൻസ് സിസ്റ്റം, നേവൽ ഫ്രിഗേറ്റ്സ്, JF-17 പ്രോഗ്രാം, സാറ്റലൈറ്റ് കോർപ്പറേഷൻ, സൈബർ ടെക്നോളജി, ഇങ്ങനെ നിരവധി മേഖലകളിൽ ചൈന ഇന്ന് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രതിരോധ പങ്കാളികളിൽ ഒരാളാണ്. ഇതുവരെ ചൈനയിൽ നിന്ന് യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും എയർ ഡിഫൻസ് സിസ്റ്റങ്ങളും വാങ്ങുന്നതിൽ മാത്രമായിരുന്നു ചൈന പാക് ബന്ധം. എന്നാൽ ഇപ്പോൾ അതൊരു ഡിജിറ്റൽ ഡിഫൻസ് ലെവലിലേക്ക് മാറിയിരിക്കുകയാണ്. അതിനാൽ കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോമിലും ചൈനയുടെ സാങ്കേതിക സംവിധാനത്തിലേക്ക് കൂടുതൽ അടുക്കുന്നത് ചില വിദഗ്ധർ ഈ ഒരു വലിയ ബന്ധത്തിന്റെ തുടർച്ചയായിട്ടാണ് വിലയിരുത്തുന്നത്. ഇനി ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾ ആരാണ് കാണുന്നത്? അമേരിക്കൻ നിരീക്ഷണം പേടിച്ച് വാട്സാപ്പ് ഉപേക്ഷിച്ച പാകിസ്ഥാൻ സൈന്യം തങ്ങളുടെ മുഴുവൻ കമ്മ്യൂണിക്കേഷൻ ഡേറ്റയും ചൈനീസ് സർക്കാരിന്റെയും മിലിറ്ററിയുടെയും കൺട്രോളിലുള്ള ഒരു ആപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതായത് പാക് ആർമിയുടെ ഓരോ ചലനവും ഇനി ബെയ്ജിങ്ങിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെയാണ് ഇന്ത്യയുടെ നിലപാടും പാകിസ്ഥാന്റെ ശൈലിയും തമ്മിലുള്ള വലിയ വൈരുദ്ധ്യം നമ്മൾ കാണേണ്ടത്. 2020 ജൂണിൽ ഗൽവാൻ താഴ്വരയിൽ ഏറ്റുമുട്ടലിന് പിന്നാലെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ WeChat, ടിക്ടോക്ക് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്പുകൾ പൂർണ്ണമായിട്ട് നിരോധിച്ചിരുന്നു. IT ആക്ട് സെക്ഷൻ 69A പ്രകാരമായിരുന്നു ഈ ഒരു നടപടി. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ചൈനയിലെ സെർവേഴ്സിലേക്ക് രഹസ്യമായിട്ട് കടത്തുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ത്യ ഇത്രയും ആപ്പുകളെ പുറത്താക്കിയത്. ഇന്ത്യ സുരക്ഷ മുൻനിർത്തി ഒഴിവാക്കിയ അതേ WeChatനെയാണ് പാകിസ്ഥാൻ സ്വന്തം സൈന്യത്തിന്റെ ഔദ്യോഗിക ചാനലായിട്ട് സ്വീകരിക്കുന്നത്. പാകിസ്ഥാൻ സൈന്യത്തിന് മേൽ ചൈനയ്ക്ക് എത്രത്തോളം ഡിജിറ്റൽ നിയന്ത്രണം ഉണ്ടെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ചുരുക്കത്തിൽ അമേരിക്കൻ ഹാക്കിംഗ് ഭയന്ന് ചൈനയുടെ തണലിലേക്ക് ഒളിച്ചോടുകയാണ് പാക് സൈന്യം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു ചൈനീസ് ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ പാക് സൈന്യത്തിന്റെ ആഭ്യന്തര രഹസ്യങ്ങൾ മുഴുവൻ
ബെയ്ജിങ്ങിന്റെ വിരൽത്തുമ്പിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് വെറും വാട്സാപ്പ് വേഴ്സസ് വിചാറ്റ് എന്ന താരതമ്യം മാത്രമല്ല. ലോകം ഇന്നൊരു പുതിയ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ യുദ്ധങ്ങൾ അതിർത്തിയിൽ മാത്രമല്ല, ഡേറ്റയിലും നെറ്റ്വർക്കുകളിലും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിലും സൈബർ സ്പേസിലുമാണ് നടക്കുന്നത്. പാകിസ്ഥാന്റെ ഈ ഒരു തീരുമാനം ആ വലിയ മാറ്റത്തിന്റെ ഭാഗമാണോ അതോ ഒരു താൽക്കാലിക സുരക്ഷാ നടപടിയാണോ എന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. എന്തായാലും ടെക്നോളജിയും നാഷണൽ സെക്യൂരിറ്റിയും ഇനി പരസ്പരം വേർപിരിയാനാവാത്ത വിഷയങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.